ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ മെച്യൂർ പ്ലാന്റിൻ്റെ പുതിയ സ്റ്റോക്കും കുറച്ച് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സും ഒക്കെ കൂടെ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ നിരന്തരം നമുക്ക് എൻക്വയറീസ് വരുന്ന, ചിലപ്പോഴൊക്കെ സ്റ്റോക്ക് ഔട്ടായി പോകുന്ന കുറച്ചധികം വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മിസ് ചെയ്യാതെ കാണുക. കുറേ നാളായിട്ട് അന്വേഷിച്ച് നടക്കുന്ന, പെട്ടെന്ന് അവൈലബിൾ അല്ലാത്ത കുറച്ചധികം വെറൈറ്റികളും ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണമൊന്നും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല. ചില വെറൈറ്റിയൊക്കെ 4-5 പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം വരുന്നവർക്കായിരിക്കും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. പിന്നെ എല്ലാവർക്കും വിത്ത് ഫ്ലവറായിട്ട് പ്ലാന്റ് വാങ്ങാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷേ നമുക്ക് ഈ മെച്യൂർ പ്ലാന്റൊക്കെ വരുന്ന സമയത്ത് പുതിയ സ്റ്റോക്ക് വരുമ്പോൾ ഒരുപാട് നാളൊന്നും, അതായത് പ്ലാന്റ് വന്ന് കുറച്ച് സമയം നമുക്ക്, പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് കരുതുന്നു, നമുക്ക് പുറമേ നിന്ന് പ്ലാന്റ് വരുമ്പോൾ ബഡോ ഫ്ലവറോ ആയിട്ട് പ്ലാന്റ് വരുത്താനുള്ള പെർമിഷനൊന്നുമില്ല. ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ, ബഡൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കട്ട് ചെയ്തതിന് ശേഷമാണ് പ്ലാന്റ് വരിക. അപ്പോൾ നമുക്കിവിടെ പ്ലാന്റ് വന്ന് പുതിയ ബഡൊക്കെ വന്ന് ഫ്ലവർ ചെയ്യാനുള്ള സമയമൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് മെച്യൂർ പ്ലാന്റ് വന്നിട്ട് കിട്ടാറില്ല. അപ്പോഴത്തേക്കും എന്താണ്, നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ട് പോകും പുതിയ പ്ലാന്റൊക്കെ വരുന്ന നേരത്ത്. അപ്പോൾ ഈ മെച്യൂർ പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലൂമിങ് സൈസ് പ്ലാന്റ് ആണ്. നമ്മുടെ കയ്യിൽ കിട്ടി 1-2 മാസത്തിനകത്ത് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഫെർട്ടിലൈസറും അതിൻ്റെ സൺലൈറ്റും വെള്ളമൊക്കെ കൊടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 1-2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പുതിയ ബഡൊക്കെ വന്ന് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിറച്ച് ബഡായിട്ട് നിൽക്കുന്നത് വാസൻ ബ്ലൂ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. നിറയെ ബഡുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും പൂക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആ ഒരു വെറൈറ്റിയുടെ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നമ്മുടെ എന്താ പറയുക, ലൊവാനയുടെ ഒക്കെ ക്യാരക്ടർ കാണിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ വാസൻ ബ്ലൂ. ഇത് നമ്മുടെ മോർണിംഗ് സൺ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് മോർണിംഗ് സണ്ണിൻ്റെ എല്ലാം തന്നെ വന്നിട്ടുള്ളത്. ചിലതിലൊക്കെ ബഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. എല്ലാ തവണയും മോർണിംഗ് റാബിറ്റിൻ്റെ നല്ല പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ വരാറുള്ളത്. ഈ തവണ നല്ല മോർണിംഗ് റാബിറ്റ് എപ്പോഴും അത്യാവശ്യം വലിയ സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇതിലൊക്കെ നമുക്ക് ഓൾറെഡി ബഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന എല്ലാ പ്ലാന്റും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ബ്ലൂമിങ് സൈസ് പ്ലാന്റുകളാണ്. 450 രൂപ മുതലാണ് നമുക്ക് മെച്യൂർ പ്ലാന്റിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വെറൈറ്റി അനുസരിച്ച് പ്രൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്ലവർ ഇല്ലാതെ പ്ലാന്റ് വാങ്ങുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനാണ്, ഇതിൽ പറയുന്ന പൂവൊക്കെ തന്നെയാണോ, ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പൂവൊക്കെ തന്നെയാണോ വരിക എന്നുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള ടെൻഷനാണ്. പക്ഷെ നമുക്ക് 99% ഈ ഒരു ഐഡിയിൽ പറയുന്ന ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്. നമുക്ക് ഇതുവരെ അത് ആ ഐഡിയിൽ നിന്ന് മാറി ഒരു ഫ്ലവർ പോലും വിരിഞ്ഞിട്ടില്ല. ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ 99% എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള വെറൈറ്റി. സ്റ്റാർ വാനിയൻ തൊട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ പുതിയ വെറൈറ്റീസ് തുടങ്ങുന്നത്. ഇതിലിപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു കേളി പീസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി കാണിച്ചില്ല. അതൊക്കെ ആദ്യമായിട്ട് വരുന്ന വെറൈറ്റിയാണ്. നമ്മുടെ പോപ്പൈ കേളിയൊക്കെ വന്ന സമയത്ത് ആർക്കും വേണ്ടാണ്ട് സാധാ പോപ്പൈ അല്ലേ എന്നും പറഞ്ഞിരുന്നിരുന്ന ആളാണ്. പക്ഷെ ഫ്ലവർ ചെയ്ത് നമ്മുടെ ഗാർഡനിൽ ഫ്ലവർ ചെയ്ത് നമ്മൾ ഫ്ലവർ കാണിച്ചപ്പോൾ ഭയങ്കര ഡിമാൻഡായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എല്ലാവർക്കും ശരിക്കും അറിയുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ആവാനാണ് നമ്മുടെ കേളി പീച്ചും സാധ്യത. ഇങ്ങനെ റഫറൻസ് പിക്ക് കാണുന്ന നേരത്ത് എല്ലാവർക്കും ഒരു ചെറിയ മടി തോന്നുമെങ്കിലും ഫ്ലവർ എവിടെയെങ്കിലും ഒന്ന് വിരിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ ചില വെറൈറ്റികളൊന്നും നമ്മളതിൻ്റെ റഫറൻസ് പിക്ക് കൂടാണ്ട് നേരിട്ട് ഫ്ലവർ കണ്ടിട്ടില്ല. അപ്പോൾ ഈ കേളിപ്പിച്ചൊക്കെ അതിൽ പെടുന്ന ആളാണ്. അപ്പോൾ ഇത് ശരിക്കും വിരിയുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. പക്ഷേ ഇതുവരെ നമുക്ക് റഫറൻസ് പിക്ക് തന്നതിനേക്കാളും മോശമായിട്ട് പൂക്കൾ വിരിയുന്നതിനേക്കാളും കൂടുതൽ റഫറൻസ് പിക്കിനേക്കാളും അതിശയിപ്പിക്കുന്ന ഭംഗിയായിട്ടാണ് കേട്ടോ ഓരോ തവണ നമുക്ക് ഓരോ വെറൈറ്റി ആദ്യമായിട്ട് വിരിയുമ്പോഴും കാണുന്നത്. ഈ മാർച്ച് സ്ട്രൈപ്പൊക്കെ ഈ ഫോട്ടോയിൽ കാണുന്നേക്കാളും കിടിലനാണ് കേട്ടോ ആദ്യമായിട്ട് വിരിഞ്ഞ സമയത്ത്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ മെച്യൂർ പ്ലാന്റ്സിന് എപ്പോഴും റേറ്റ് കൂടുതലാണ് ഓർക്കിഡിനെ സംബന്ധിച്ച്. പക്ഷേ നമുക്കൊരു ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ സീഡ്ലിംഗ് ഒക്കെ വാങ്ങി വളർത്തി വലുതാക്കി ഫ്ലവർ ചെയ്ത് എന്ന് ഫ്ലവർ ചെയ്യും എന്ന് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും മെച്യൂർ പ്ലാന്റ് തന്നെ ചൂസ് ചെയ്യാം. പിന്നെ എല്ലാ വെറൈറ്റി മെച്യൂർ പ്ലാന്റിൻ്റെ സീഡ്ലിങ്സും മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. നല്ല നല്ല സ്പെഷ്യൽ വെറൈറ്റീസൊക്കെ മെച്യൂർ പ്ലാന്റ് മാർക്കറ്റിൽ വന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് അതിൻ്റെ സീഡ്ലിംഗ് ഇറങ്ങാറ്. അപ്പോൾ ചില വെറൈറ്റിയൊക്കെ 1 വർഷമായിട്ട് വന്നിട്ടും നമുക്കതിൻ്റെ സീഡ്ലിംഗ് ഒന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ റെഗുലറായിട്ട് ഒരു വെറൈറ്റി ഇപ്പോൾ ഈ മാസം വന്നു, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു വെറൈറ്റി വീണ്ടും വരാറില്ല. ചിലപ്പോൾ കുറച്ചധികം സമയം എടുത്തിട്ടാവും വരിക. ഇപ്പോൾ നമ്മുടെ ഇതിൽ കാണിച്ചാൽ സുഗ്ജ എന്ന് പറഞ്ഞ വെറൈറ്റി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1 വർഷത്തിൽ കൂടുതലായി അത് വന്നിട്ട്. അതിന് ശേഷം ഇപ്പോഴാണ് വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കളക്ഷനിൽ സുഗ്ജായി അന്ന് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം സോൾഡ് ഔട്ടായി പോയി. അത് കഴിഞ്ഞിട്ട് ഒരു കസ്റ്റമർ നമുക്ക് ഫ്ലവർ വിരിഞ്ഞതിന് ശേഷം ആളുടെ സന്തോഷം അറിയിച്ച് നമുക്ക് ഫോട്ടോ അയച്ചപ്പോഴാണ് ഈ ഫ്ലവർ
അത്രയും ഭംഗിയുണ്ടെന്നും ആൾ തന്നെ ഇങ്ങോട്ട് പറയുകയാണ് ഭയങ്കര വലിപ്പമുള്ള പൂവാണ്, ഇത്ര പ്രതീക്ഷിച്ചില്ല എന്ന്. അപ്പോഴാണ് കേട്ടോ എനിക്കൊരു നഷ്ടബോധം തോന്നുന്നു, അയ്യോ ഞാൻ എൻ്റെ കളക്ഷനിൽ വെച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ സുഗ്ജായി എന്തായാലും നമ്മുടെ കളക്ഷനിലോട്ട് ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ഹെർമീസ് അല്ലെങ്കിൽ ലെസിയാന്ത്ര ബ്രൗൺ ഓറഞ്ച് ലിപ്പ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന വെറൈറ്റിയാണ്. നേരത്തെ കണ്ടത് കരോൾഗു. ബ്ലാക്ക് പാപ്പുവ നമ്മുടെ സ്റ്റോക്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ. ഇത് കവായ്ക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ പിക്ക് ഒരുപാട് ഗ്രൂപ്പുകളിൽ കറങ്ങി നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പേരില്ലാണ്ട് തന്നെ ഈ ഒരു വെറൈറ്റി അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു ഫോട്ടോ കറങ്ങി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗാർഡനിലെ ഒരു ഫ്ലവർ ആണല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ട് കേട്ടോ നമ്മുടെ കവായ്ക്ക് കാണുമ്പോൾ. അപ്പോൾ കവായ്ക്കിൻ്റെ 5 പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യം വരുന്ന 5 പേർക്കായിരിക്കും നമ്മൾ പ്ലാന്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ മെച്യൂർ പ്ലാന്റ്സ് വരുന്നത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഒന്നുകിൽ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരികയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് മെച്യൂർ പ്ലാന്റ് ആണ് നോക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് മാത്രമായിട്ട് ഫോട്ടോ അയച്ചു തരും. പിന്നെ ഓരോ വെറൈറ്റിയുടെയും പ്രൈസ് നമ്മളിപ്പോൾ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടില്ല. നമുക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഓരോന്നിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസും കൊടുക്കും. നമ്മുടെ കാറ്റലോഗ് സാധിക്കുന്ന പോലെയൊക്കെ ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെച്യൂർ പ്ലാന്റ്സൊക്കെ അതിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. നമ്മുടെ കാറ്റലോഗിൽ നിന്ന് നമുക്ക് വേഗം തന്നെ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസും റേറ്റൊക്കെ വേഗം അറിയാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാനത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഗാർഡനിങ് ഓർക്കിഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്